SNDP യോഗം 5950 നമ്പർ കുന്നൂന്നി ശാഖയുടെ ഭാരവാഹികളാണ് ഞങ്ങൾ. ഞാൻ ശാഖയുടെ സെക്രട്ടറി ഷിബിൻ, ഇത് ശാഖയുടെ വൈസ് പ്രസിഡന്റ് മണിയൻചേട്ടന്, ശാഖ കമ്മിറ്റി അംഗം രാജു കണിയാങ്കുന്നേൽ, ശാഖ കമ്മിറ്റി അംഗം നടരാജൻ ഇരുമണിത്തറയിൽ, ശാഖ കമ്മിറ്റി അംഗം ശശിധരൻ പാറടിയിൽ. ഇന്ന് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് ശാഖയുടെ കീഴിലുള്ള ഗുരുദേവ ക്ഷേത്രത്തിലെ മേടച്ചതയ മഹോത്സവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ വർഷത്തെ മേടച്ചതയ മഹോത്സവം 2026 മെയ് 10, 11 ഞായർ തിങ്കൾ ദിവസങ്ങളിലായിട്ട് നടക്കുകയാണ്. ഉത്സവത്തിന്റെ ഭാഗമായി 10-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് ഒരു സാംസ്കാരിക സമ്മേളനം ശാഖ പ്രസിഡന്റ് രാജേഷ് പുതുപ്പറമ്പിന്റെ അധ്യക്ഷതയിൽ കൂടുന്നതാണ്. ആ യോഗം മീൻചി യൂണിയന്റെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ സുരേഷ് ഇട്ടികുന്ന് ഉദ്ഘാടനം ചെയ്യുന്നതും യൂണിയന്റെ കൺവീനർ ശ്രീ MR ഉല്ലാസ് സാറ് യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതും, ഈ യോഗത്തിൽ വിശിഷ്ട അതിഥിയായി ബഹുമാനപ്പെട്ട ജ്യോതിസ് മോഹൻ IRS പങ്കെടുക്കും. ആ യോഗത്തിൽ യൂണിയന്റെ ഭാരവാഹികളായ യൂണിയൻ വൈസ് ചെയർമാൻ ശ്രീ സജീവ് വയല, യൂണിയൻ ജോയിന്റ് കൺവീനർ ഷാജി തലനാട്, യൂത്ത് മൂവ്മെന്റിന്റെ യൂണിയന്റെ ചെയർമാൻ അരുൺ കുളമ്പള്ളി എന്നിവരും, ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബീന മധുവൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുജിത്ത് PC, നിഷ സാനു, ആനിയമ സണ്ണി തുടങ്ങി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പോഷക സംഘടനാ ഭാരവാഹികളും ആ യോഗത്തിൽ പങ്കെടുക്കും. വൈകുന്നേരം 7 മണിക്ക് സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും പാലാ മീൻചി SNDP യൂണിയന്റെ ചെയർപേഴ്സണുമായ ശ്രീമതി മിനർവ മോഹൻ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം വിവിധ കലാപരിപാടികൾ സ്റ്റേജിൽ നടക്കും. 2-ാം ദിവസമായ മെയ് 11 തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ സനത് തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി അജർ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശം, കലശാഭിഷേകം തുടങ്ങി വിശേഷ ക്ഷേത്ര ചടങ്ങുകൾ നടക്കും. ഉച്ചയ്ക്ക് രഘുവരൻ തേക്കുംകാട്ടിൽ നടത്തുന്ന മഹാപ്രസാദകൂട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഘോഷയാത്രയുടെ പ്രധാന ആകർഷണമായ താലപ്പൊലി ഘോഷയാത്ര കുന്നൂന്നിയുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സഹകരണത്തോടെ നടത്തുന്ന താലപ്പൊലി ഘോഷയാത്ര LED അമ്മൻകുടത്തിന്റെയും LED പൂക്കാവടിയുടെയും പമ്പാമേളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും കൈകൊട്ടിക്കളിയുടെയും മയൂക നൃത്തത്തിന്റെയും അകമ്പടിയോടെ വൈകുന്നേരം 5:30 ക്ഷേത്രം തന്ത്രി സനത് തന്ത്രികളുടെയും അജയ് ശാന്തിയുടെ നേതൃത്വത്തിൽ താലം നിറച്ച് തങ്കച്ചൻ അമ്പഴത്തിനാക്കുന്നേലിന്റെ വസതിയിൽ നിന്ന് ആരംഭിക്കും. വൈകുന്നേരം 6:30 കുന്നൂന്നി ടൗണിൽ കുന്നൂന്നിയുടെ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംയുക്ത ട്രേഡ് യൂണിയന്റെയും ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെയും വ്യാപാരികളുടെയും സംയുക്ത സ്വീകരണം ഉണ്ടാവും. അതിനുശേഷം ക്ഷേത്രത്തിൽ എത്തി താല അഭിഷേകത്തിന് ശേഷം വിവിധ കലാപരിപാടികളും അവറോൺ കേറ്ററിംഗ് നടത്തുന്ന മഹാപ്രസാദകൂട്ടും നടക്കും. ഈ താലപ്പൊലി ഘോഷയാത്രയാണ് ഉത്സവത്തിന്റെ ഭാഗമായി പ്രധാന ഭാഗങ്ങൾ. ഈ ക്ഷേത്ര ചടങ്ങുകളുടെ നേതൃത്വം ബ്രഹ്മശ്രീ സനത് തന്ത്രികളാണ് മുഖ്യമായി എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം വഹിക്കുന്നത്. ഈ ഉത്സവത്തിന്റെ തുടക്കം ഗുരുദേവനാൽ നാമകരണം ചെയ്യപ്പെട്ട സുശീലാമ്മ കുറ്റിക്കാട്ട് ഭദ്രദീപ പ്രകാശനം നടത്തിയാണ് നടക്കുന്നത്. ഈ ക്ഷേത്രം രൂപീകരിച്ച് ഗുരുദേവ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിട്ട് ഏതാണ്ട് 13 വർഷങ്ങളാണ് ആവുന്നത്. കാർത്തികേയൻ തന്ത്രികളാണ് ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയത്. അതിനുശേഷം ബാബു നാരായണ തന്ത്രികളായിരുന്നു. അതിനുശേഷം 2 വർഷങ്ങൾക്ക് മുമ്പ് പുനഃപ്രതിഷ്ഠ നടത്തു ബ്രഹ്മശ്രീ സനത് തന്ത്രികളുടെ നേതൃത്വത്തിൽ. ഒരു ക്ഷേത്രം ഗുരുദേവ ക്ഷേത്രമാണ്. ക്ഷേത്രം ഒരു സാംസ്കാരിക കുന്നൂന്നിലെ എല്ലാ ജനവിഭാഗക്കും പൊതുവായി ഇടപെടാൻ പറ്റുന്ന ഒരു ക്ഷേത്രമായി ആ ക്ഷേത്രം കഴിഞ്ഞ വർഷങ്ങളിൽ മാറിയിട്ടുണ്ട്. ഭൂപ്രകൃതിയിലും നല്ല അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം ആണ് കുന്നൂന്നി ഗുരുദേവ ക്ഷേത്രം. ഈ ആഘോഷങ്ങളിലേക്കെല്ലാം ഈ നാട്ടിലെ ജനങ്ങളെ ശാഖാ ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്.